السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള സൂറത്തുൻ നിസായിലെ 33-ാമത്തെ വചനത്തിന് നൽകുന്ന വിശദീകരണം, ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകുന്നു. അത് നിങ്ങൾ അതിൽ ആശപ്പെട്ട് നിങ്ങൾ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ ഇങ്ങനെ നിരാശപ്പെട്ട് കഴിയരുത്. ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിക്കുന്നതിൻ്റേതായ ഫലമുണ്ട്. പുരുഷനായാലും സ്ത്രീ ആയാലും. പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അവനോട് ചോദിക്കുക. ഈ കാര്യങ്ങളാണ് പ്രസ്തുത വചനത്തിൽ പരാമർശിക്കുന്നത്. അതിന് അള്ളാഹുവിൻ്റെ ഫضലിനെ നിങ്ങൾ അവനോട് ചോദിച്ച് വാങ്ങുക എന്ന് പ്രസ്തുത കാര്യത്തെ ചൂണ്ടിക്കൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു. വെൻ ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ ഹോളി ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറ ഫാത്തിഹ നമുക്കറിയാം. അള്ളാഹ് ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് ആസ് അർ റഹ്മാൻ. അതിൽ അള്ളാഹു തആല അവനെക്കുറിച്ച് സ്വയം വിവരിക്കുന്നത് അർ റഹ്മാൻ എന്നാണ്. പരമകാരുണികൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ അള്ളാഹു തആല അവനെ സ്വയം വിശേഷിപ്പിക്കുന്നത് 1-ാം അധ്യായത്തിൽ പരമകാരുണികൻ എന്നാണ്. വി ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹി കവേഴ്സ് വിത്ത് ഹിസ് വേരിയസ് ഫേവേഴ്സ്. അവൻ നൽകുന്ന അവൻ്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ അവൻ കവർ ചെയ്യുന്നു, മൂടുന്നു എന്ന് പറഞ്ഞാൽ വാരിക്കോരി കൊടുക്കുക. ഹി കവേഴ്സ് വിത്ത് ഹിസ് വേരിയസ് ഫേവേഴ്സ് ഓൾ ഹിസ് ക്രിയേഷൻ. അത് തൻ്റെ സൃഷ്ടികൾ അഖിലത്തിനും അവൻ കൊടുക്കുകയാണ്. അത് അവൻ്റെ അർ റഹ്മാൻ എന്നുള്ള ആ ഗുണവിശേഷമാണ്. ചോദിക്കാതെ തന്നെ വാരിക്കോരി കൊടുക്കുന്ന ഒരു നടപടിയാണ് അവൻ ചെയ്തിരുന്നത്. മാൻ ഇൻക്ലൂഡഡ്, മനുഷ്യർക്കും അത് തന്നെ അവൻ കൊടുത്തിരിക്കുന്നത്. അവൻ്റെ അഖില സൃഷ്ടികൾക്കും അവൻ്റെ അർ റഹ്മാൻ എന്നുള്ള പ്രതിഭാസം, പരമകാരുണ്യകനാണ് എന്ന നിലയിൽ അവൻ കൊടുക്കും. ഒരാൾക്കെന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്നത് ഈ കാരുണ്യവും കരുണയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് അതിൻ്റെ കൂടുതൽ ഉള്ളപ്പോഴാണ്. കൂടുതൽ എത്രത്തോളം ഒരാളിലുണ്ടോ അതനുസരിച്ചായി. ഇപ്പം അല്ലാഹു തആലയിൽ അത് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. അത്രത്തോളം വലിയ അളവിൽ അവൻ്റെ ഖജനാവിലുണ്ട്. അതുകൊണ്ട് അവൻ്റെ അഖില സൃഷ്ടികൾക്കും അവൻ വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. ഹ്യൂമൻസ് റിസീവ് ഫേവേഴ്സ് ഫ്രം അള്ളാഹ്. അങ്ങനെ എല്ലാ സൃഷ്ടികൾക്കും കിട്ടിയ കൂട്ടത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യർക്കും ലഭിക്കുന്നു. ത്രൂ ദ എഫേർട്സ് ഹി വില്ലിംഗ്ലി മേക്സ്. ഇനി മനുഷ്യൻ അവൻ സ്വയം കഠിനമായി യത്നിക്കുകയാണെങ്കിൽ, മേക്സ് ഓർ ത്രൂ ദ ബെനവലൻസ് ഓഫ് അള്ളാഹ് ജസ്റ്റ് ലൈക്ക് ഹി പ്രൊവൈഡ്സ് മാൻ വിത്ത് ദിസ്. അപ്പോൾ ഒന്നുകിൽ അവൻ പരിശ്രമിക്കുന്നതിലൂടെ അതിൻ്റെ ഫലമായിട്ട് അവൻ നൽകുന്നു. ഇനി ഒന്നുമല്ലെങ്കിൽ അവൻ പരിശ്രമിക്കാതെ തന്നെ അവന് കൂടുതലായിട്ട് നൽകുന്നു. ഇതെല്ലാം ഒന്നുകിൽ അത് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ്റെ ഉദാര മനസ്കതയിലൂടെയാണ് അത് കൊടുക്കുന്നത്.
ത്രൂ ദ ബെനവലൻസ് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ ഉദാര മനസ്കതയാണ് അപ്രകാരം കൊടുക്കുന്നത്. ചിലപ്പോൾ അവന് കൊടുക്കുന്നത് അവൻ നല്ലതുപോലെ കഠിനമായി അധ്വാനിക്കുന്നതിലൂടെ ആയിരിക്കും. അങ്ങനെ കഠിന യത്നം നടത്തുന്ന സൃഷ്ടികൾക്ക് അവൻ കൊടുക്കുന്നു. ഇനി അവൻ്റെ പ്രത്യേകമായ ഉദാരതയിൽ, മഹാമനസ്കതയിലൂടെ അവൻ നൽകുന്നു. ജസ്റ്റ് ലൈക്ക് ഹി പ്രൊവൈഡ്സ് മാൻ വിത്ത് സൺലൈറ്റ്. ഈ മനുഷ്യന് കൊടുക്കുന്നത് അവൻ്റെ ഉദാര മനസ്കതയിൽപ്പെട്ട കാര്യങ്ങളാണ്. സൂര്യപ്രകാശം, എയർ, വായു, വാട്ടർ, ജലം, പേരൻസ്, രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ, എക്സെട്ര. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഉദാര മനസ്കതയിലൂടെ നൽകുകയാണ്. ദാറ്റ് ഈസ് നെസസിറ്റീസ് ഹീ ഡിഡ് നോട്ട് ആസ്ക് ഫോർ. ഇത് അവന് വളരെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ് ഈ മനുഷ്യർക്ക്. ഇത് അങ്ങനെയുള്ള അനിവാര്യമായ ഈ കാര്യങ്ങൾ, നെസസിറ്റീസ്, അത്യാവശ്യമായ ഈ കാര്യങ്ങൾ ഹീ ഡിഡ് നോട്ട് ആസ്ക് ഫോർ. അവനോട് ചോദിക്കാതെ തന്നെ തരും. അപ്പോൾ നമുക്ക് ആവശ്യമായ പ്രകാശവും അതുപോലെ ജലവും വായുവും മാതാപിതാക്കളും ഇതൊന്നും നമ്മൾ അങ്ങോട്ട് ഒന്നും ആരും അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല. അവനെ സ്വയം കിട്ടുകയാണ്. വി ആർ അഷ്വേർഡ് ബൈ അള്ളാഹ്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന കാര്യം ദാറ്റ് ഹി ഷാൽ ഗീവ് us ആൾസോ ഇൻ പ്രൊപ്പോർഷൻ ടു അവർ സ്ട്രൈവിങ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അളവ്, തോതനുസരിച്ച് നമുക്ക് തരുമെന്നും പറയുന്നു. ഈ വചനത്തിൽ അതാ പറയുന്നത്. ചിലർക്ക് ഓരോരുത്തരും, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അവർ കഠിനമായി യത്നിക്കുന്നതിൻ്റെ അളവനുസരിച്ച് അവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന്. അപ്പോൾ നല്ലതുപോലെ പഠിക്കുന്ന ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടും. കഠിനമായിട്ട് അധ്വാനിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അധ്വാനിക്കുന്നവരായ ആളുകൾക്ക് നല്ലതുപോലെ ഉറക്കമൊഴിഞ്ഞായാലും കഷ്ടപ്പെട്ടായാലും രാപകലില്ലാതെ കച്ചവടം ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ലാഭമുണ്ടാകും. അലസരായ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങി എന്നവർക്ക് അതൊന്നും അങ്ങനെ ലഭിക്കില്ല. അപ്പോൾ ഏതൊരു കഠിനാധ്വാനത്തിനും അള്ളാഹു അതിൻ്റെ ഒരു അളവനുസരിച്ച് ഹീ ഷാൽ ഗീവ് us, അള്ളാഹു തആല നമുക്ക് നൽകും. ആൾസോ ഇൻ പ്രൊപ്പോർഷൻ ടു അവർ സ്ട്രൈവിങ്. നമ്മൾ ചെയ്യുന്ന കഠിനമായ പരിശ്രമത്തിന് അളവിനനുസരിച്ച് നമുക്ക് നൽകും. അപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ കഠിനമായിട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് കൊണ്ടുവന്നാലും അത് എങ്ങനെ ചിലവഴിക്കണമെന്ന് അറിയാൻ വയ്യാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് വന്ന് ഭാര്യയിലേക്ക് കൊടുക്കും. ഭാര്യയ്ക്ക് എത്രത്തോളം വിവരവും ബോധവും ഇല്ലാത്തുണ്ടെങ്കിൽ അത് പോക്കാം. അപ്പോൾ എല്ലാത്തിനും ഒരു അളവുണ്ടായിരിക്കണം. ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അനുസൃതമായിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യത്തിൽ വിജയിക്കൂ. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ അളവിൽ ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ നമുക്കും ചില സവിശേഷ ബുദ്ധികൾ നൽകിയിട്ടുണ്ട്, ആർക്ക് ഏതളവിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എപ്പോഴും അബൂലഹബിൻ്റെ ഭാര്യമാരാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ തബ്ബത്ത് യദാ അബീല പോക്ക് തന്നെ. അപ്പോൾ ആത്മീയതയ്ക്ക് കുട പിടിക്കുന്നവരാണോ അല്ലയോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. കൂടെ ഇരിക്കുന്നവർ അങ്ങനെ അല്ല എങ്കിൽ നിങ്ങളുടെ കണ്ണും കാതും ഒക്കെ എപ്പോഴും അവരുടെ നേരെ കറക്റ്റായിട്ട് തന്നെ നോക്കിക്കോണം, കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അതാ ദാറ്റ് ഹീ ഷാൽ ഗിവ് us, അല്ലാഹു തആല നമുക്ക് നൽകും. ഇൻ പ്രൊപ്പോർഷൻ ടു അവർ സ്ട്രൈവിങ്. നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ തോതനുസരിച്ച്, അളവനുസരിച്ച് നമുക്ക് നൽകും. അല്ലാഹ് ഈസ് നെവർ അൺജസ്റ്റ് ടു ഹിസ് സെർവൻസ്. അല്ലാഹു തആല അവൻ്റെ ദാസന്മാരോട് ഒരനീതിയും പ്രവർത്തിക്കുന്നവനല്ല. അപ്പോൾ അതുപോലെ നമ്മളും ആരോടും ഒരനീതിയും പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അനീതി പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ അത് നീതിപൂർവ്വം വർത്തിക്കണം. അപ്പോൾ നീതിപൂർവ്വം ആണോ അവർ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിയിരിക്കണം. അങ്ങനെ നീതിപൂർവ്വം അല്ല എങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കണം. അങ്ങനെയാണ് മനുഷ്യ ജീവിതം നന്മ എന്നാവുന്നത്. ദ വൺസ് ഹൂ ടോയിൽ, ആരാണോ ഈ കഠിനമായിട്ട് പരിശ്രമിക്കുന്നത്, ദ വൺസ് ഹൂ ടോയിൽ ഷാൽ റിസീവ് ഫേവേഴ്സ് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ ഓഫ് ഹിസ് ടോയിലിംഗ്. അവൻ ചെയ്യുന്ന കഠിനമായ അധ്വാനത്തിൻ്റെ തോതനുസരിച്ച് അവന് അതിൻ്റെ വർധനവ് വന്നുകൊണ്ടേയിരിക്കും.
അള്ളാഹു താല അത് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എത്രത്തോളം കഠിനമായിട്ട് യത്നിക്കുന്നു ആ കഠിന യത്നത്തിനുള്ള പ്രതിഫലം അള്ളാഹു താല നൽകും. നിങ്ങൾ കൂടുതലായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് തരും. നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ കൂടുതൽ ചിലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു താല നിങ്ങൾക്ക് ആ കാര്യത്തിൽ കൂടുതൽ വർധനവ് ഇട്ട് തരും. നിങ്ങളതിനെ കൈ ചുരുക്കി പിടിക്കുകയാണെങ്കിൽ അള്ളാഹു താലായും അതുപോലെ പിടിച്ചു കളയും. അതുകൊണ്ട് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വിശാലമായി ചിന്തിക്കേണ്ട വചനമാണിത്. ദ വൺസ് ഹൂ ടോയിൽ ഷാൽ റിസീവ് ഫേവേഴ്സ് അക്കോർഡിംഗ് ടു പേഴ്സൻ്റ് ഏജ് ഓഫ് ഹീസ് ടോയിലിംഗ്. ഒരാൾ എത്രത്തോളം അധ്വാനിക്കുന്നുവോ ആ അധ്വാനത്തിൻ്റെ തോതും അളവും അനുസരിച്ചായിരിക്കും അല്ലാഹു തആല അവന് പ്രതിഫലം കൊടുക്കുന്നത്. ദെയർഫോർ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, ആയതിനാൽ ഈ തത്വം അനുസരിച്ച് സം പീപ്പിൾ റിസീവ് ഗ്രേറ്റർ ഫേവേഴ്സ്, ചില ആളുകൾക്ക് വളരെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. വൈൽ അതേഴ്സ് ലെസർ വൺസ്, അതേസമയം മറ്റുള്ള ചിലരാണെങ്കിൽ അവർക്ക് വളരെ കുറച്ചാകിട്ട്. കാരണം അവർ അധ്വാനിക്കുന്നുണ്ട്, എത്രയോ വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചാലും അവർ ആ പഴയ നിൽക്കുന്നിടത്ത് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അതിനപ്പുറത്തോട്ട് മേലോട്ട് കയറിപ്പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ബുദ്ധിയൊന്നും വേണ്ടതുപോലെ അവർ ഉപയോഗിക്കുന്നവരല്ല. അവർ കിട്ടുന്നു, ചെലവഴിക്കുന്നു, അങ്ങനെയുള്ള ഇതാണ്. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ അവർക്കുള്ള മുമ്പിൽ വട്ടപൂജ്യമാണ്. കാരണം അതൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ല. തിന്നുന്നു, ഉറങ്ങുന്നു, പിന്നെ കുറേ ജോലി ചെയ്യുന്നു, വീണ്ടും തിന്നുന്നു, കിടന്നുറങ്ങുന്നു. ഇതിനപ്പുറത്ത് ഒരു ചിന്ത വേണ്ടതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്നില്ല. അല്ലാഹു തആല പറയും, നിങ്ങൾക്ക് നൽകിയ കഴിവിനെ നിങ്ങളത് എത്രത്തോളം മാക്സിമം ഉപയോഗപ്പെടുത്തുന്നുവോ ആ അളവനുസരിച്ച് തോതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നൽകി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നതിനെ എങ്ങനെങ്കിലും വലിച്ചെറിയാനല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ബുദ്ധിപൂർവമായിട്ട്, അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടല്ലേ, ബുദ്ധിപൂർവമായിട്ടാണ് അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ സൃഷ്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. സം പീപ്പിൾ റിസീവ് ഗ്രേറ്റർ ഫേവേഴ്സ്, അങ്ങനെ വരുമ്പം കുറച്ച് ആളുകൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. വൈൽ അതേഴ്സ് ലെസർ വൺസ്, മറ്റു ചിലർക്ക് വളരെ കുറച്ചായിരിക്കും. കാരണം അവരങ്ങനെ ചെയ്യുന്നുള്ളത് കൊണ്ടാണ്, അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ആ നിലയിലേക്ക് പോകാൻ കഴിയാത്തത്. നമുക്കങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. തുടർന്ന് ഖലീഫത്തുള്ള പറയുന്നത്, അല്ലാഹ് എൻജോയ്സ് ഹിസ് സെർവൻസ് നോട്ട് ടു ബി ജലസ്. അല്ലാഹു തആല പറയുന്നു അവൻ്റെ ദാസന്മാരോട്, നിങ്ങൾ അവൻ്റെ അസൂയാലുക്കളാവരുത് കേട്ടോ. ഇഫ് ഹി ഗീവ്സ് മോർ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ അസൂയപ്പെട്ട്, അവൻ അത്രയെല്ലാം കിട്ടി, എനിക്ക് അതിനൊന്നും, അങ്ങനെ നിങ്ങൾ അസൂയപ്പെടരുത്. നോട്ട് ടു ബി ജലസ് ഇഫ് ഹി ഗീവ്സ് മോർ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ അസൂയപ്പെടരുത്. ബി ഇറ്റ് ഇൻ വെൽത്ത്, അത് ധനത്തിലാകട്ടെ, സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി, സമൂഹത്തിലെ പദവിയാകട്ടെ, സ്ട്രെങ്ത് അല്ലെങ്കിൽ ശക്തിയിലാകട്ടെ, ടാലൻറ്റ് അല്ലെങ്കിൽ ബുദ്ധിപരമായ കഴിവിലാകട്ടെ, ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷത്തിലാകട്ടെ, ആൻഡ് ഓണർ അല്ലെങ്കിൽ ഒരു ബഹുമതിയിലാകട്ടെ, ഏതിനത്തിൽ നിന്നേക്കാൾ മറ്റൊരുത്തന് കൂടുതൽ ലഭിക്കുന്നോ അതിൽ നിങ്ങൾ അസൂയപ്പെടരുത്. ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കും ലഭിക്കുന്നതിന് പര്യാപ്തമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അല്ലാഹു തആല നിങ്ങൾക്കും അത് ലഭ്യമാക്കി തരുന്നതാണ്. അതിൽ അസൂയപ്പെടരുതെന്ന് അല്ലാഹു. ബട്ട് ലീവിങ് എസൈഡ് ദ മുണ്ടൈൻ ഫേവേഴ്സ്, എന്നാൽ ഈ ഭൗതികമായ അനുഗ്രഹങ്ങളെ ഒരു വശത്തേക്ക് വിട്ടിട്ട്, ഡു പീപ്പിൾ കെയർ ടു റിസീവ് ദ ഡിവൈൻ എവർലാസ്റ്റിംഗ് ഫേവേഴ്സ്, ചില ആളുകളുണ്ട് അവർക്കുള്ള ശ്രദ്ധ ടു റിസീവ് ദ ഡിവൈൻ എവർലാസ്റ്റിംഗ് ഫേവേഴ്സ്, അനന്തമായി നിലനിൽക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങളാണ്. വിച്ച് ഷാൽ ഗ്യാരണ്ടി ദം സാൽവേഷൻ, അതവർക്ക് മുക്തി നൽകുന്നതാണ്, ജീവിതമോക്ഷം നൽകുന്നതാണ്. അപ്പോൾ ജീവിതമോക്ഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ചില ആളുകളെയും നിങ്ങൾക്ക് കാണാം. അവർ ഇഹലോകത്തിൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരിയായി പരലോക കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. യെസ്, മുണ്ടൈൻ ഫേവേഴ്സ് ആർ ഫേവേഴ്സ്, തീർച്ചയായിട്ടും ഇഹലോകത്തിലുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ്, അത് അനിവാര്യമാണ്, അതിന് യാതൊരു സംശയമില്ല. വിച്ച് അല്ലാഹ് പ്രൊവൈഡ്സ് ഹ്യൂമൻ, അത് മനുഷ്യർക്ക് അല്ലാഹു നൽകുന്നതാണ്. ഇഹലോകത്തുള്ള സുഖസൗകര്യങ്ങളും പദവികളും ബഹുമതികളും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലാഹു തആല നൽകുന്നത് തന്നെയാണ്. അതൊന്നും വേണ്ട എന്നിവിടെ പറയുന്നില്ല. ബി ദം ബിലീവേഴ്സ്, അത് ഈ പറഞ്ഞ ഇഹലോകത്തിലുള്ള ഈ കാര്യങ്ങൾ ഒക്കെ അവർക്കുള്ള സാമ്പത്തിക സ്ഥിതി,
ഭവനസ്ഥിതി, സ്റ്റാറ്റസ്, പിന്നെ സമൂഹത്തിലെ നേതൃസ്ഥാനം, ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകുന്നതാണ്. ബി ദം ബിലീവേഴ്സ്, അവർ വിശ്വാസികളാകട്ടെ, ഇഡൽ വർഷിപ്പേഴ്സ്, അതല്ല ഇനി വിഗ്രഹങ്ങളെ പോയി ആരാധിക്കുന്നവരാകട്ടെ, ആൻഡ് ഈവൻ എഥeists, അല്ലെങ്കിൽ അവർ നിരീശ്വരവാദികളായിട്ട് ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്നവരാകട്ടെ. പക്ഷേ അവർക്കെല്ലാം ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങളൊക്കെ അള്ളാഹു താല കൊടുക്കും. അത് അവരുടെ കഴിവിൻ്റെയും അവർ പ്രയത്നിക്കുന്ന പ്രയത്നത്തിൻ്റെയും അടിസ്ഥാനമാക്കി ഇഹലോക കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിൽ നിങ്ങൾ അസൂയപ്പെടേണ്ട. അവർക്കതിന് കിട്ടുന്നതിന് അതിൻ്റേതായ ചില കാര്യകാരണങ്ങളുണ്ട്. ബട്ട് ഡിവൈൻ ഫേവേഴ്സ്, എന്നാൽ ദൈവികമായ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആർ ഓഫ് എ സ്പെഷ്യൽ ഓറ. അത് ഒരു പ്രത്യേക തേജോവലയത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് ആത്മീയത. വിച്ച് ബിലീവേഴ്സ് ആർ എൻകറേജ് ടു കമ്പീറ്റ് ഫോർ. അതിനുവേണ്ടി മത്സരിക്കുവാൻ വിശ്വാസികളോട് അല്ലാഹു ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇഹലോക കാര്യങ്ങളിൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഈ രീതിയിൽ അവരുടെ അധ്വാനത്തിനനുസൃതമായിട്ട് അവർക്ക് അത് സാഹചര്യത്തിനനുസൃതമായിട്ട് അത് ലഭ്യമായി വരുന്നതാണ്. എന്നാൽ വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻകറേജ് ടു കമ്പീറ്റ് ഫോർ, നിങ്ങൾ മത്സരിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്, തുല്യത നേടാൻ ശ്രമിക്കേണ്ടത് സ്പെഷ്യൽ ഓറ, ഒരു പ്രത്യേകമായ തേജോവലയത്തിലേക്കാണ്. അത് ദൈവികമായ തേജോവലയമാണ്. Therefore the favors which Allah mentions in this verse, അപ്പോൾ ഈ വചനത്തിൽ അല്ലാഹു തആല പരാമർശിക്കുന്ന ഈ കാര്യം pertains to mundane favors to a large extent. ഈ ഭൗതിക ലോക കാര്യങ്ങളോടൊപ്പം തന്നെ വലിയ അളവിൽ, while spiritual favors which guarantee proximity, ഈ ആത്മീയമായ ഒരു അടുപ്പവും ഇതിന് ഉറപ്പ് നൽകുന്നു. വിത്ത് അല്ലാഹ് ആർ സച്ച് ഫേവേഴ്സ് വിച്ച് ആർ ലോങ്ഡ് ബൈ ട്രൂ ബിലീവേഴ്സ്. അത്തരത്തിലുള്ള ഒരു അള്ളാഹുവുമായ ഒരു അടുപ്പം ലഭ്യമാകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന യഥാർത്ഥമായ വിശ്വാസികളെയും നിങ്ങൾക്ക് കാണാം. അത് അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തെ മോഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. ആൻഡ് ഇൻഡീഡ് കോമ്പറ്റീഷൻ ഇൻ ദിസ് ഫീൽഡ് ഈസ് ഡിസൈഡ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള മത്സരം ആഗ്രഹിക്കത്തക്കതാണ്. മത്സരിച്ചോണം. ഇഹലോകത്തിലുള്ള ഈ ആഗ്രഹം അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് പര്യാപ്തമായ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചുള്ള പ്രവർത്തനം ഈ ലോകത്ത് നടത്താവുന്നതാണ്. ആൻഡ് ഇൻഡീഡ് കോമ്പറ്റീഷൻ ഇൻ ദിസ് ഫീൽഡ് ഈസ് ഡിസൈഡ് ഫോർ അല്ലാഹ് സെഡ് ഇൻ ഹിസ് ഹോളി ബുക്ക്. അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇൻ ചാപ്റ്റർ 2 2-ാം അധ്യായത്തിൽ പറഞ്ഞു, വൈ ഈച്ച് അതർ ഇൻ ഗുഡ് ഡീഡ്സ്. കിടമത്സരം നടത്തുക. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ കിടമത്സരം നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുക. അപ്പോൾ പരസ്പരം മത്സരിക്കാൻ പറഞ്ഞ കാര്യം അള്ളാഹുവുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നതിന് പര്യാപ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പരസ്പരം മത്സരിക്കാം. മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ പരസ്പരം കിടന്ന് മത്സരിക്കേണ്ട. അതൊക്കെ ഞാൻ അള്ളാഹു ഓരോരുത്തർ പ്രപ്പോർഷൻ അനുസരിച്ച്, പക്ഷെ മത്സരിച്ചോളൂ. ഈ ഒരു കാര്യത്തിൽ ദൈവവുമായിട്ട് നമുക്ക് എങ്ങനെ കൂടുതൽ അടുപ്പത്തിലെത്താം, അതിന് അല്ലാഹു തആല 10,700 കൽപ്പനകൾ പുറപ്പെടുവിച്ചു അവനുമായിട്ട് അടുക്കാനുള്ള വഴി. ആ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾ ഇഹലോകത്ത് അവൻ്റെ മുൻഡൈനായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ആർജിക്കുന്നതിനും യാതൊരു തടസ്സവും അല്ലാഹു വെച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും വീണ്ടും വിചാരത്തോടു കൂടി ചെയ്യുവാനും അതിലൂടെ ഐഹിക പാരത്രിക ലോക വിജയം കരസ്ഥമാക്കുവാനും നമ്മെ ഓരോരുത്തരെയും അല്ലാഹു പ്രാപ്തമാക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ മത്സരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അത് അല്ലാഹു തആല ഏർപ്പെടുത്തിയ ഒരു മത്സരമാണ്. നിങ്ങൾ വെയ് ഈച്ച് അതർ ഇൻ ഗുഡ് ഡീഡ്സ്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ മത്സരിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണവും പുതിയ വചനവുമായി അടുത്ത പ്രഭാതത്തിൽ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് കാണാം. ജസാക്കല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.